ഫ്രണ്ട്സ് ഹായ്, നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയ ട്രാവടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ₹1 ചെലവില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒരു എയർ കൂളർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് അതീവ ചൂടായിരിക്കും. ആ ചൂടിനെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് 10 പൈസ ചെലവില്ലാതെ എളുപ്പത്തിൽ എങ്ങനെ ഒരു എയർ കൂളർ നിർമ്മിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ബൂം ബൂം. ഫ്രണ്ട്സ്, ആദ്യമായി നമുക്ക് വേണ്ടത് 2 ചെറിയ കുപ്പി, 2 വലിയ കുപ്പി, ഇത്രയും മതി. ഫ്രണ്ട്സ്, നമുക്ക് ഈ കുപ്പിയുടെ ഇവിടെ ഹോളിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഹോളിടാം. അതിന് ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം ഹോളിടാൻ. ഫ്രണ്ട്സ്, അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് ചൂടാക്കിയാണ്. ഫ്രണ്ട്സ്, നമുക്കിത് ഹോളിട്ടെടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 കുപ്പിയും ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് ഹോളിട്ടെടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഹോളിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ ഹോള് കൂടുതലാണ് ഇട്ടേക്കണത്. ഇതും ഈ കുപ്പിയിലും അതേപോലെ ഒരു സൈഡിൽ കുറച്ച് ഹോളും മറ്റേ സൈഡിൽ കൂടുതൽ ഹോളും ആണ് ഇട്ടേക്കണത്. ഇങ്ങനെ വേണം ഇട്ടെടുക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കുപ്പിയുടെ താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതായത് ഈ കൂടുതൽ ഹോളില്ലേ, അതിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ 2 ഹോള് ചേർത്തിട്ടിട്ടുണ്ട്. ഇത് ടാഗ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ടാഗ് ചെയ്യുന്ന ഹോളിൻ്റെ തൊട്ട് പറ്റുന്നത് ഇതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ ക്യാപ്പ് പോലെയാണ് യൂസ് ചെയ്യേണ്ടത്. 2 കുപ്പി അതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, കണ്ടോ, നമ്മൾ ഒരു ക്യാപ്പ് മാതിരി 2 കുപ്പിയുടെ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അതിന് ശേഷം ഈ ഫാനിൻ്റെ നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാം. അതിനുശേഷം ഈ കുപ്പി 2ഉം ഹോള് കൂടുതലുള്ള ഭാഗം ഉള്ളിലായിട്ട് വന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടാഗ് ചെയ്യാം. ഫ്രണ്ട്സ്, അതിനുശേഷം ഇതേപോലെ ടൈ കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് ലോക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ടാഗിൻ്റെ നീളം കൂടിയ ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. ഫ്രണ്ട്സ്, കണ്ടോ, നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്,
നമുക്കപ്പോൾ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചെടുക്കാം രണ്ടെണ്ണത്തിൽ. ഫ്രണ്ട്സ്, ഈ 2 കുപ്പിയിൽ നമ്മൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇത് ഞാൻ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ച കുപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം ഇതിലോട്ട്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇത് തുറക്കുക, ഇതിനകത്തോട്ട് കുപ്പി ഇറക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തൊന്ന് തുറക്കുക, ഇതിനകത്തോട്ട് കുപ്പി ഇറക്കി വെക്കുക. കണ്ടോ, ഇനി നമ്മൾ ഫാൻ ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് തണുത്ത എയർ പുറത്തോട്ട് വരുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത, നമ്മൾ 4 കുപ്പി ഉണ്ട്, 2 ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പ് മുമ്പ് അടുത്ത 2 എടുത്ത് ഇതിൽ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ മാറി മാറി നമുക്ക് റൂം പെട്ടെന്ന് കൂളാക്കാൻ പറ്റുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് കൂളിംഗ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഹായ്, നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, അടിപൊളി, അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. AC-യുടെ അത്രയും പവറൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുപ്പി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് നല്ല ഫ്രീസായിട്ട് അതിനകത്തിടുമ്പോൾ ഇതിൻ്റെ ചുറ്റിനുമുള്ള വായു തണുക്കുന്നു. തണുക്കുന്ന വായുവിനെ ഫാൻ വലിച്ച് നമുക്ക് കാറ്റായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു തണുപ്പ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടി ഇത് ചിലപ്പോൾ വെള്ളം ഇത് കാരണം ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മെൽറ്റായി പോകും. അതിന് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ബബിൾസ് കുറവായിരിക്കും. ബബിൾസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റാകാൻ സാധ്യത കുറവാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കുന്ന ബോട്ടിലുകൾ, കുറച്ചധികം ബോട്ടിലുകൾ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കണമെങ്കിൽ കൂളിങ് പോകുന്നതിനനുസരിച്ച് മാറി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂളിങ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.